Hi friends, ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായി വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ്. മുൻവർഷ പരീക്ഷയിൽ പലതവണ ആവർത്തിച്ച് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് ചില ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ് ഈ ക്ലാസ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. തീർച്ചയായും ഈ വരാൻ പോകുന്ന LDC മെയിൻ എക്സാം ആണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ആണെങ്കിലും അതേപോലെ +2 ലെവൽ എക്സാം ആണെങ്കിലും ഏത് പരീക്ഷയിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള മാർക്ക് ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ്. ഇറ്റ് വാസ് റെയിനിങ് വെൻ ഐ ഡാഷ് ഹോം യെസ്റ്റർഡേ. ചോദ്യം വായിക്കുക. ആദ്യം തന്നെ നമ്മൾ ചോദ്യം കൃത്യമായി വായിച്ച് ഉത്തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്റ് ചോദ്യത്തിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ ഓപ്ഷൻ നോക്കാനായിട്ട്. ആ രീതിയിൽ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇറ്റ് വാസ് റെയിനിങ് വെൻ ഐ ഡാഷ് ഹോം യെസ്റ്റർഡേ. ഞാൻ ചോദ്യം വായിച്ചു. അതിനുശേഷം ചോദ്യത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഇതാണ്. ഒന്ന്, തന്നിരിക്കുന്ന ഒരു ഭാഗം വാസ് റെയിനിങ് എന്ന് തന്നിട്ടുണ്ട്. വാസ് റെയിനിങ് ഞാൻ നോക്കിയപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ആണ് ആ ഭാഗം. ഇനി വെൻ ഐ ഡാഷ് ഹോം യെസ്റ്റർഡേ രണ്ടാമത്തെ മറ്റൊരു ഭാഗത്തിലെ വെർബാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസിന്റെ ഉപയോഗം പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം. അപ്പോൾ അതിനുമ്പ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറഞ്ഞാൽ വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ അല്ലെ, അല്ലെങ്കിൽ they were writing a letter. അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസിന്റെ വെർബ് ആണ്. അപ്പോൾ ഈ പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് അതിന്റെ യൂസസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാസ്റ്റിൽ ഏതെങ്കിലും സമയത്ത് ഒരു പ്രവൃത്തി നടക്കുന്നു. ഞാൻ നടക്കുന്നു എന്ന് കരുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇത് പാസ്റ്റിലെ ഒരു പ്രവൃത്തിയാണെന്ന് കരുതുക. ഒരു പ്രവൃത്തി നടന്നു. ഈ പ്രവൃത്തി നടന്ന സമയത്ത് മറ്റൊരു കാര്യം തുടർച്ചയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ നമ്മൾ ബന്ധിപ്പിച്ച് പറയുകയാണ്. എന്താണ്? പാസ്റ്റിൽ ഏതെങ്കിലും സമയത്ത് ഒരു പ്രവൃത്തി നടന്നു, ആ പ്രവൃത്തി നടക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം തുടർച്ചയിലായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെയും പാസ്റ്റ് കണ്ടിന്യൂവസിന്റെയും ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ എവിടെയാണ് സിമ്പിൾ പാസ്റ്റ് വരുന്നത്? പാസ്റ്റിൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി നടന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നു. അത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് പറയുന്നു. ഈ പ്രവൃത്തി നടന്ന സമയത്ത് മറ്റൊരു കാര്യം തുടർച്ചയിലായിരുന്നു എന്ന് പറയുന്നതോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നു. അത്രയേ ഉള്ളൂ. ഈ ഒറ്റ കാര്യം അങ്ങ് ഓർത്താൽ മതി. നോക്കാം നമുക്ക്. ഇനി ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതുകയാണ്. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഇറ്റ് വാസ് റെയിനിങ് വെൻ ഐ ഡാഷ് ഹോം യെസ്റ്റർഡേ. ഓക്കെ, ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നു. ഓക്കെ, ഞാൻ ഇന്നലെ വീട്ടിലെത്തി. ഞാൻ ഇന്നലെ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ. ഓക്കെ, അത് പാസ്റ്റിൽ ഒരു സമയത്ത് സംഭവിച്ചൊരു കാര്യം. ഞാൻ ഇന്നലെ വീട്ടിലെത്തി എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നടന്നു. അത് പാസ്റ്റിൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചു. അത് സിമ്പിൾ പാസ്റ്റ്. ആ പ്രവൃത്തി സംഭവിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം തുടർച്ചയിലായിരുന്നു. എന്തായിരുന്നു? മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നു. എന്താണ്? മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് റെയിനിങ്. കിട്ടിയോ? ഇറ്റ് വാസ് റെയിനിങ് എന്ന് നമ്മൾ പറയുന്നു. സോ ഇറ്റ് വാസ് റെയിനിങ് വെൻ ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂവസും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. അത് ഓർക്കുക. അത് ഉപയോഗിക്കുന്ന സാഹചര്യം ഏതാണ്? ഒരു പ്രവൃത്തി പാസ്റ്റിൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി നടന്നു, അത് സിമ്പിൾ പാസ്റ്റിലും. ആ പ്രവൃത്തി നടന്ന സമയത്ത് മറ്റൊരു കാര്യം തുടർച്ചയിലായിരുന്നു, തുടർന്ന് വരികയായിരുന്നു. അത് പാസ്റ്റ് കണ്ടിന്യൂവസും. അപ്പോൾ ചോദ്യം വരുമ്പോൾ ഇതിൽ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഈ ഡാഷ് ആയിട്ട് നമുക്ക് തരാം. ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യം വേണം മറിച്ചു പോകാം. ഓക്കെ, എങ്ങനെ വരാം? ഇറ്റ് ഡാഷ് വെൻ ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ. തിരിച്ചും വരാം. ഓക്കെ, അപ്പൊ അതുപോലെ ഓർത്തോളുക. ഈ രണ്ട് കാര്യങ്ങളാണ്, കോമ്പിനേഷൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. റീച്ച്ഡ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വെൻ വി റീച്ച്ഡ് ദെയർ ദേ ഡാഷ്. അപ്പൊ ഇവിടെ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂവസും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ചെറിയൊരു മാറ്റമുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല. സിമ്പിൾ പാസ്റ്റിനോട് കൂടി എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസേ വരൂ എന്ന് ചിന്തിക്കരുത്. ഓക്കെ, കാരണം സിമ്പിൾ പാസ്റ്റും തമ്മിൽ കമ്പൈൻ ചെയ്യാം. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് വരാം. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് വരാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരാം. അങ്ങനെ എല്ലാമായിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓർത്തോ, വെൻ വി റീച്ച്ഡ് ദെയർ. അർത്ഥം നോക്കാം. വെൻ വി റീച്ച്ഡ് ദെയർ ഞങ്ങൾ എത്തിയപ്പോൾ, ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ദേ ഡാഷ്. ഓക്കെ,
അവര് ബാക്കി എന്തോ സംഭവിച്ചു. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ നോക്കി. ഒന്നാമത്തെ കാര്യം ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്. തന്നിരിക്കുന്ന ഭാഗം സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പാസ്റ്റ് ടെൻസിലെ മറ്റേതെങ്കിലുമേ അവിടെ വരികയുള്ളൂ. അതിനോട് കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിനോട് കൂടി വരാൻ സാധ്യതയുള്ളത് പാസ്റ്റ് ടെൻസിലെ ഏതെങ്കിലും ഒരു ടെൻസ് ആണ്, പാസ്റ്റുമായി ബന്ധപ്പെട്ട ടെൻസ് ആണ്. നമുക്ക് എന്തായാലും ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ എ ഹാവ് ഗോൺ. ദേ ഹാവ് ഗോൺ. ഹാവ് പ്രസന്റ് ആണ്, വരില്ല. ഹാസ് ഗോൺ, ഹാസ് പ്രസന്റ് ആണ്, വരില്ല. ഹാഡ് ഗോൺ സാധ്യതയുണ്ട്, പാസ്റ്റ് ആണ് അല്ലെ. ഹാസ് ബീൻ ഗോൺ, ഹാസ് പ്രസന്റ് ആണ്, വരില്ല. അങ്ങനെ ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയി കിട്ടി. ഓപ്ഷൻ സി നമുക്ക് ഇവിടെ ആൻസർ ആയി കിട്ടുന്നു. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്നത് എവിടെയാ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? നമ്മൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ, ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ ഉദാഹരണം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എവിടെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചാലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നിങ്ങൾ എവിടെ പഠിക്കാൻ ശ്രമിച്ചാലും, ഏത് പുസ്തകത്തിൽ നോക്കി പഠിക്കാൻ ശ്രമിച്ചാലും, ഏത് ക്ലാസ്സിൽ പോയിരുന്നാലും നമ്മൾ പതിവായി സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഉദാഹരണമാണിത്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അല്ലെ. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്ന കാര്യം അത് തന്നെയല്ലേ പാസ്റ്റിലെ രണ്ട് പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. രണ്ട് പ്രവൃത്തികൾ, അതായത് ഒരു പ്രവൃത്തി സംഭവിച്ചു, പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി സംഭവിക്കുന്നു. ഒരു പ്രവൃത്തി സംഭവിക്കുന്ന ഒരു സമയത്ത് ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയാൻ സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്. തൊട്ട് മുൻപ് അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യം സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു. ഇനി ഈ പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കാര്യം പൂർത്തിയായിരുന്നു, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയുന്നു. അങ്ങനെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ മേളിൽ കണ്ടിരിക്കുന്ന സെന്റൻസ്. സിമ്പിൾ പാസ്റ്റിന്റെയും പാസ്റ്റ് പെർഫെക്റ്റിന്റെയും കോമ്പിനേഷൻ. വെൻ വി റീച്ച്ഡ് ദെയർ, ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ, എത്തിച്ചേർന്നു എന്ന് പറയുന്ന പ്രവൃത്തി, പക്ഷെ അതിന് മുൻപ് തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു. ദേ ഹാഡ് ഗോൺ, അവർ പോയിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പോയിരുന്നു. അപ്പൊ അവര് പോയി എന്നതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ആദ്യം നടന്ന പ്രവൃത്തി, അതുകൊണ്ട് എന്താണ് അത് ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഞങ്ങൾ അവിടെ ചെന്നു എന്നത് രണ്ടാമത് നടന്നതാണ്, അത് സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഓർക്കാം, കഴിഞ്ഞു പോയ രണ്ട് പ്രവൃത്തികൾ, അതിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചും പറയുക. അപ്പൊ തൊട്ട് മുൻപ് പറഞ്ഞ എന്തായിരുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ് വന്നപ്പോ എന്താ? പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു കാര്യം നടന്നു, പാസ്റ്റിൽ ഒരു കാര്യം നടന്നു, അപ്പൊ വേറൊരു കാര്യം ആ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതാണ് തൊട്ട് മുൻപ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, രണ്ട് പ്രവൃത്തികൾ, അതിൽ ആദ്യം കംപ്ലീറ്റ് ആയത് രണ്ടാമത്തെ കംപ്ലീറ്റ് ആയത്, ആ ഒരു സെൻസിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ബൈ ദ ടൈം ദ മാനേജർ അറൈവ്ഡ് ഡാഷ്. ഈ ചോദ്യം നിങ്ങൾക്ക് തന്നെ ചെയ്യാം. തൊട്ട് മുൻപ് പറഞ്ഞ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. ബൈ ദ ടൈം ദ മാനേജർ അറൈവ്ഡ്. മാനേജർ എത്തിച്ചേർന്നപ്പോഴേക്കും, മാനേജർ എത്തിച്ചേർന്നപ്പോഴേക്കും ഓപ്ഷൻ എ ദ വർക്ക് വാസ് ഡൺ, ദ വർക്ക് ഹാഡ് ബീൻ ഡൺ, ദ വർക്ക് വാസ് ബീങ് ഡൺ, ദ വർക്ക് ഹാസ് ബീൻ ഡൺ. ഓക്കെ, ഒന്ന് മാനേജർ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ മാനേജർ എത്തിച്ചേർന്നപ്പോഴേക്കും. നമുക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. മാനേജർ എത്തിച്ചേർന്നപ്പോഴേക്കും ജോലി പൂർത്തിയായിരുന്നു, അതാണ് അവിടെ കിട്ടുന്ന അർത്ഥം. ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇനി ദ വർക്ക് വാസ് ഡൺ ശരിയാവുമോ? ഈ വാസ് ഡൺ വരില്ല. കാരണം നമുക്കറിയാം ഇതെന്താണ്? മാനേജർ അറൈവ്ഡ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് കൂടെ വരേണ്ട കോമ്പിനേഷൻ ഏതാണ്? രണ്ട് പ്രവൃത്തികളാണ്. മാനേജർ എത്തിച്ചേർന്നു, അതിന് മുൻപേ ജോലി പൂർത്തിയായി എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പൂർത്തിയായി എന്ന് പറയുന്ന ആ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പറയണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഹാഡ് പ്ലസ് V3 എന്നാണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ വെർബ്. ഹാഡ് V3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ഹാഡ് V3 ആണ് നമ്മൾ നോക്കുന്നത്. ഓപ്ഷൻ എ വർക്ക് വാസ് ഡൺ വരില്ല. ഓപ്ഷൻ ഡി വർക്ക് ഹാഡ് ബീൻ ഡൺ, വർക്ക് ഹാഡ് ബീൻ ഡൺ നമ്മൾ പഠിച്ചിരുന്ന ഹാഡ് പ്ലസ് V3 ആണ്. പക്ഷെ ഇവിടെ ഒരു ബീനൊക്കെ നിൽപ്പുണ്ട്, എന്താണെന്ന് അറിയില്ല. അടുത്ത ഓപ്ഷൻ നോക്കിയേക്കാം. ദ വർക്ക് വാസ് ബീങ് ഡൺ, അതും വരികയില്ല. ദ വർക്ക് ഹാസ് ബീൻ ഡൺ, അതും വരികയില്ല. അപ്പൊ ഓപ്ഷൻ എയും പോയി, സിയും പോയി, ഡിയും പോയി. നമ്മൾ ഉദ്ദേശിച്ചൊരു ഉത്തരം കാണുന്നില്ലല്ലോ. ഓപ്ഷൻ ബിയിലേക്ക് തിരിച്ച് ഞാൻ നോക്കുകയാണ്. ദ വർക്ക് ഹാഡ് ബീൻ ഡൺ. എന്താണ് ഈ ഹാഡ് ബീൻ ഡൺ എന്ന് പറഞ്ഞാൽ? അതായത് ഹാഡ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ, അറിയാലോ, ഹാഡ് പ്ലസ് V3 ഫോം. ഈ ഹാഡ് V3യുടെ പാസീവ് ഫോം ആണ് ഹാഡ് ബീൻ V3. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്, ടെൻസിൽ മാറ്റമില്ല. പക്ഷെ എന്ത് വോയിസ് മാറിയിട്ടുണ്ട്? പാസീവ് വോയിസിലേക്ക് തന്നിരിക്കുന്നു. എടോ, എന്തുകൊണ്ടാണ് ഇവിടെ പാസീവ് വോയിസ് ഉപയോഗിക്കാനുള്ള കാരണം? ഇവിടെ എന്താ ആക്റ്റീവ് വോയിസ് വരാൻ പാടില്ലേ? ആക്റ്റീവ് വോയിസ് ഉപയോഗിച്ചുകൂടെ? അതായത് ദ വർക്ക് ഹാഡ് ഡൺ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണ്? ഇവിടെ ദ വർക്ക് എന്നുള്ളത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് അല്ല, ആ ഭാഗത്തിന്റെ സബ്ജക്റ്റ് അല്ല. ദ വർക്ക് ഹാഡ് ബീൻ ഡൺ
ജോലി ചെയ്യപ്പെടുകയല്ലേ, പൂർത്തിയാക്കപ്പെടുകയല്ലേ, ചെയ്യപ്പെടുകയല്ലേ ഉണ്ടായത്. മറ്റാരാലോ ചെയ്ത ഒരു കാര്യമാണ്. ആ വർക്ക് എന്നത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ഉള്ള, വർക്ക് ചെയ്യുന്നത് വേറൊരാളാണ് അല്ലെ, അത് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പൊ ഇവിടെ അത് നമുക്ക് ഓർക്കാം, ഈ വെർബിന് തൊട്ട് മുൻപിൽ നിൽക്കുന്ന വാക്ക് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് പല ആളുകൾക്കും പല കേസിൽ സംശയം ഉണ്ടാവാറുണ്ട്. ചില നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് അവിടെ ആക്റ്റീവ് വന്നു, എന്തുകൊണ്ട് അവിടെ പാസീവ് വന്നു എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ആ സെന്റൻസിന്റെ വെർബ് ഉണ്ടല്ലോ, ആ വെർബ് എടുക്കാം. വെർബിന് മുൻപിൽ നിൽക്കുന്ന വാക്ക് അത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണോ എന്ന് നോക്കണം. അതായത് വെർബിന് മുമ്പ് നിൽക്കുന്ന വാക്ക്, ആ വാക്കാണോ ആ വെർബ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ജോലി ചെയ്യുക, ഡൺ, അതായത് ആ പ്രവൃത്തി ചെയ്യുന്നത് വർക്ക് എന്ന വാക്കല്ല. അതുകൊണ്ടാണ് അത് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. ഇനി ഈ മുമ്പ് നിൽക്കുന്ന വാക്കാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഇനി അതല്ല, ഇത് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ ഫലമാണ്, മറ്റാരോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പാസീവ് വോയിസ് വേണം ഉപയോഗിക്കുവാനായിട്ട്. ദ വർക്ക്, വർക്കിന് അത് തന്നെ ചെയ്യാൻ പറ്റത്തില്ല, മറ്റാരെങ്കിലുമാണ് അത് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. ദ വർക്ക് ഹാഡ് ബീൻ ഡൺ. അങ്ങനെ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ ബി, ദ വർക്ക് ഹാഡ് ബീൻ ഡൺ എന്ന് കിട്ടും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെയാണ്, പക്ഷേ പാസീവ് വോയിസിലാണ്. അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതും ചെയ്യാൻ പറ്റും. The work dash by 7:30 PM tomorrow. The work dash by 7:30 PM tomorrow. ഓക്കെ, ചോദ്യം വായിച്ചു. ഈ ചോദ്യം വായിക്കുമ്പോൾ, ഞാൻ ഈ ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ 1-2 കാര്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറയാം. ഒന്ന്, by 7:30 PM tomorrow, അതായത് നാളെ വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും അല്ലെ, അതായത് നാളെ വൈകിട്ട് 7 മണി. ഫ്യൂച്ചറിലെ ഒരു സമയമാണ് പറയുന്നത്, ഒരു ഫ്യൂച്ചർ ടൈം. അത് ഈ ബൈ എന്ന പ്രിപ്പോസിഷൻ, ബൈ ഉണ്ട്, ബൈക്ക് ശേഷമാണ്, ഒരു ഫ്യൂച്ചർ ടൈം ആണ്. ബൈ അതിനുശേഷം ഒരു ഫ്യൂച്ചർ ടൈം സൂചിപ്പിക്കുന്നുണ്ട്. ബൈ പ്ലസ് ഒരു ഫ്യൂച്ചർ ടൈം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, അത് ഫ്യൂച്ചറിന്റെ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ബൈ എന്നിട്ട് ബൈ ഒരു ഫ്യൂച്ചർ ടൈം. ബൈ ഫ്യൂച്ചർ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈ നെക്സ്റ്റ് മൺഡേ എന്നാകാം അല്ലെ, ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് എന്നാകാം. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്നാകാം. ഓക്കെ, ബൈ നെക്സ്റ്റ് ഡിസംബർ ആകാം. അങ്ങനെ ബൈക്ക് ശേഷം ഒരു ഫ്യൂച്ചർ ടൈം തരുന്നുണ്ടെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ടെൻസ് ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഓർത്തേ, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിന്റെ പെർഫെക്റ്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ എന്താ, എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിൽ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ അറിയാം, will or shall plus have plus v3, will or shall plus have plus v3. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ. നമ്മൾ എന്താ പറയുന്നത്? ഭാവിയിൽ നമ്മൾ ഒരു സമയം പറയുന്നു, ആ സമയമാകുമ്പോഴേക്കും ഒരു കാര്യം പൂർത്തിയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ഞാൻ പറയുകയാണ്, I shall have completed my project by the end of this month. ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും ഞാൻ പറയാറുണ്ട് അല്ലെ. I shall have completed the project by the end of this month. ഓക്കെ, എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഞാൻ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും, പൂർത്തിയാക്കിയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണ്. ഓപ്ഷൻ എ, വിൽ കംപ്ലീറ്റഡ്. നമുക്ക് വേണം വിൽ ഹാവ് v3 ആണ് വേണ്ടത്. വിൽ കംപ്ലീറ്റഡ് ഒഴിവാക്കി, വുഡ് കംപ്ലീറ്റ് ഒഴിവാക്കി, വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓപ്ഷൻ നോക്കി, വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി നമ്മളൊന്ന് ചിന്തിച്ചേ. ദ വർക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് ബൈ 7:30 PM tomorrow. ഓക്കെ, the work will have completed by 7:30 PM tomorrow. അപ്പോൾ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ടെൻസ് ഓക്കെ ആയി. പക്ഷേ ആ ഒരു വാക്ക് അവിടെ, അല്ലെങ്കിൽ ആ ഒരു വെർബ് അവിടെ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പെശക് തോന്നുന്നുണ്ട്. ദ വർക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞായിരുന്നു, ഈ വെർബിന് തൊട്ട് മുൻപ് നിൽക്കുന്ന വാക്ക്, വെർബിന് മുൻപിൽ നിൽക്കുന്ന വാക്ക് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണോ? ദ വർക്ക് എന്നത് സബ്ജക്റ്റ് അല്ല. ദ വർക്ക് എന്നത് മറ്റാരാലോ ചെയ്തൊരു പ്രവൃത്തിയാണ്, മറ്റാരാലോ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് എന്ന പ്രവൃത്തി, പൂർത്തിയാക്കുക എന്ന ആ ഒരു ജോലി ചെയ്യുന്നയാളല്ല വർക്ക്. മനസ്സിലായോ?
പൂർത്തിയാക്കപ്പെടുന്ന കാര്യമാണ് ഈ വർക്ക് എന്നുള്ള വാക്ക്. അപ്പൊ അത് സെന്റൻസിന്റെ സബ്ജക്ട് അല്ല. സബ്ജക്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ വിൽ ഓർ ഷാൽ ഹാവ് V3 എന്നത് ആക്റ്റീവ് വോയിസ് ആണ്, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? പാസീവ് ഫോമിലേക്ക് മാറ്റണം. പാസീവ് ഫോമിൽ വരുമ്പോൾ തൊട്ട് മുൻപ് പഠിച്ചതുപോലെ അവിടെ ഒരു ബീനും കൂടെ നമ്മൾ ചേർക്കുകയാണ്. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ വരണം. വിൽ ഓർ ഷാൽ ഹാവ് ബീൻ V3 എന്ന് വരണം. വിൽ ഓർ ഷാൽ ഹാവ് ബീൻ V3. അങ്ങനെ ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയി കിട്ടും. ഇവിടെയും നമ്മളെ കുഴപ്പിച്ചത് എന്താണ്? പാസീവ് വോയിസ്. അപ്പോൾ അറിഞ്ഞിരിക്കുക എവിടെ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കണം, എവിടെ പാസീവ് വോയിസ് ഉപയോഗിക്കണം. ടെൻസിന്റെ സ്ട്രക്ചർ മാത്രം കാണാതെ പഠിച്ചിട്ട് പോകുന്ന ആളുകൾ ഇതിന്റെ ഓപ്ഷൻ സി ആൻസർ ചെയ്യും. വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓപ്ഷൻ സിയിലേക്ക് വരുന്നു, അവിടെ വിൽ ഹാവ് കംപ്ലീറ്റഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് വിൽ ഹാവ് കംപ്ലീറ്റഡ്. പക്ഷേ ദ വർക്ക് വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർക്കുക, വർക്ക് എന്നുള്ള ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയാം, ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയാം. മനസ്സിലായോ? ദ വർക്കർ എന്ന് വേണമെങ്കിൽ പറയാം, ജോലിക്കാരൻ പറയാം, കോൺട്രാക്ടർ പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ദ വർക്ക് എന്നുള്ള വാക്കല്ല അവിടെ പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ തന്നിരിക്കുന്ന വെർബിന് മുൻപ് നിൽക്കുന്ന ഈ ഒരു വാക്കാണോ ആ സെന്റൻസിന്റെ സബ്ജക്ട്? അതാണോ ഡൂവർ ഓഫ് ദി ആക്ഷൻ? ആക്ഷൻ ആ ചെയ്യുന്ന ആളാണോ അത്? അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് ആക്റ്റീവ് വോയിസ് വരില്ല, അത് പാസീവ് വോയിസിലേക്ക് ആയിരിക്കും. എന്നോർത്ത് പാസീവ് ഫോമിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, they dash the bridge by the end of this year. ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ അതേ കാര്യം ശ്രദ്ധിച്ചതാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ചെയ്യും. ഓക്കെ, they dash the bridge by the end of this year. ഇവിടെയും നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അല്ലെ, ഈ ഒരു പ്രയോഗം ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, അത് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. ഫ്യൂച്ചർ ഒരു സമയം സൂചിപ്പിക്കുന്നു, ബൈ ഉണ്ട്. ബൈ ദിസ് ടൈം, ബൈ ദാറ്റ് ടൈം, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ എന്താ പറഞ്ഞ നമ്മൾ പറഞ്ഞു ബൈ ദിസ് ഡിസംബർ, ബൈ 2050, അങ്ങനെ ബൈ ചേർന്ന് വരുമ്പോൾ അത് ടെൻസ് ഏതാണ്? ഫ്യൂച്ചറിന്റെ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടുത്തെ വെർബ് ഏതാണ്? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് V3. വിൽ ഓർ ഷാൽ ഹാവ് V3 അതാണ് വരേണ്ടിയത്. ഇനി ഇവിടെ നിൽക്കുന്ന ദൈ എന്ന വാക്കാണ് സബ്ജക്ട്. അപ്പൊ ദൈ ആണ് പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത് ആക്റ്റീവ് വോയിസിൽ വരണം. ഇനി അതല്ലാതെ ഒരർത്ഥമാണ് വരുന്നതെങ്കിൽ പാസീവ് വോയിസ് ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം, ദൈ ഡാഷ് ദ ബ്രിഡ്ജ്. ഓക്കെ, അത് മീൻസ് ദൈ ആണ് സബ്ജക്ട്, അവര് ബ്രിഡ്ജ് ഓക്കെ എന്തോ ആണ്. വെർബിലേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് എന്നുള്ളതാണ് എല്ലാ വാക്കിലും, അതുകൊണ്ട് അത് പൂർത്തിയാക്കുക. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അവർ പാലത്തിന്റെ പണി പൂർത്തിയാക്കിയിരിക്കും. ഇത്രയും നമുക്ക് ആ ഓപ്ഷനൊക്കെ നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു അർത്ഥം കിട്ടും. അവിടെ വരാൻ ഉദ്ദേശിച്ചൊരു മീനിങ് മനസ്സിലായി. ദൈ ഡാഷ് ദ ബ്രിഡ്ജ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഇനി ദൈ കംപ്ലീറ്റഡ് വരില്ല. എനിക്കറിയാം വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ്, വിൽ ഹാവ് കംപ്ലീറ്റഡ് അല്ലെ. ഇവിടെ ദൈ ആയതുകൊണ്ട് ദൈ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന് കിട്ടണം. ഹാവ് കംപ്ലീറ്റഡ് വരില്ല. വിൽ ഹാവ് കംപ്ലീറ്റഡ് ആൻസർ ആകാം. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് എന്ന് വരില്ല. കാരണം ഇവിടെ ദൈ സബ്ജക്ട്, അവിടെ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ ദൈ ആണ് സബ്ജക്ട്. തൊട്ട് മുൻപ് നമ്മൾ ഹാവ് ബീൻ കംപ്ലീറ്റഡ് പാസീവ് വോയിസ് ഉപയോഗിച്ചായിരുന്നു. ഇവിടെ ആക്റ്റീവ് വോയിസ് മതി. ദൈ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ ബ്രിഡ്ജ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അവർ ആ പാലത്തിന്റെ പണി പൂർത്തിയാക്കിയിരിക്കും. അതാണ് ആ സെന്റൻസ് നമുക്ക് നൽകുന്ന മീനിങ്, അതാണ്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് വളരെ ശ്രദ്ധിച്ചോണം. എവിടെയാണ് പഠിക്കുന്നത്? നമ്മൾ പലപ്പോഴും റൂളുകൾ പഠിച്ചിട്ട് പോകും, നിയമങ്ങൾ പഠിച്ചുകൊണ്ട് പോകും. ഇന്ന വാക്ക് കാണുമ്പോൾ ഇന്ന ടെൻസ് ഉപയോഗിക്കണം. പക്ഷെ അതിനകത്ത് ആക്റ്റീവ് വോയിസ് വരണമോ പാസീവ് വോയിസ് വരണമോ, ഈ കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. ഓക്കെ, ചോദ്യം കണ്ടു, ഓപ്ഷനിലേക്ക് നോക്കി. ചോദ്യത്തിൽ ഒന്നും പറയുന്നില്ല, എന്ത് ചെയ്യാനാണ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഓപ്ഷൻ വായിച്ചു നോക്കിയപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ദ ഓർഡേഴ്സ് വർ ഇഷ്യൂഡ് ബൈ ഹിം. ഹി ഹാസ് ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. ഹി ഹാഡ് ബീൻ ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. ഓക്കെ, എന്താണ് ചോദ്യം വന്നിരിക്കുന്നത്? എവിടെയാണ്, എന്ത് ചെയ്യാനാണ്? തന്നിരിക്കുന്ന സെന്റൻസിന്റെ പാസീവ് ഫോം ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കിയാൽ മനസ്സിലാകും പാസീവ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. വേറെ ഒന്നും പറയുന്നില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പാസീവ് ഫോം ആണ്. ഓപ്ഷൻ വായിക്കാൻ മനസ്സിലായി. ഹി ഇഷ്യൂഡ് ദ ഓർഡേഴ്സ്. എന്താണ്? ഹി എന്നുള്ള സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. ഇഷ്യൂഡ് എന്നത് വെർബ് ആണ്. ദ ഓർഡേഴ്സ് ഒബ്ജക്റ്റ് ആണ് അല്ലെ. നമുക്കറിയാം ആക്റ്റീവ് വോയിസിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈ ഒബ്ജക്റ്റ് വേണം ആദ്യം വരാനായിട്ട്. അപ്പൊ ദ ഓർഡേഴ്സ് എന്നത് ആദ്യം വരണം. ഇനി അടുത്തത് ഇഷ്യൂഡ് എന്നുള്ള വെർബ് ഏതാണ്? V2 വെർബാണ്. ഒരു V2 വെർബിനെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ V2 വെർബ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ, വാസ് ഓർ വേർ പ്ലസ് V3 എന്നായി മാറുന്നു. V2 വെർബ് ആണെങ്കിൽ അത് വാസ് ഓർ വേർ V3 എന്നായി മാറും. നമ്മൾ ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് പാസീവ് വോയിസ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ടെൻസിന്റെ സകല ചേഞ്ചുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളൊരു 10 മിനിറ്റ് ഉൾപ്പെടുന്ന ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇനി ഇങ്ങോട്ട് വന്നേ. ഇഷ്യൂഡ് എന്നത് V2 ഫോം ആണ്.
V2 നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ was or were V3 എന്നായി മാറുന്നു. അപ്പോൾ ആദ്യം എന്തായാലും the orders എന്നുള്ള വാക്ക് ആദ്യം വരണം. അതിനുശേഷം the orders എന്നത് സിംഗുലറോ പ്ലൂറലോ, the ordersന് ശേഷം was ആണോ were ആണോ വരുന്നത്. was അല്ലെങ്കിൽ were വരണമെന്നാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് എഴുതുമ്പോൾ എന്താണ്, the orders എന്നത് ആദ്യം വരണം. orders എന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അതിനോടുകൂടി was വരാൻ പാടില്ല, were വരണം അല്ലെ. the orders were. അതിനുശേഷം issued എന്നത് തന്നെയാണ് V3 ഫോമും അത് തന്നെ ആയതുകൊണ്ട് the orders were issued. he എന്നത് by him ആയി മാറി. the orders were issued by him. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ഒരു യുക്തി എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ഇത് സെന്റൻസ് ഞാൻ സബ്ജക്ട്, ഇതിനകത്തെ വെർബ് ഏതാണോ ഒബ്ജക്ട് ഏതാണോ തിരിച്ചറിഞ്ഞു. ഒബ്ജക്ട് the orders ആണ്, അതുകൊണ്ട് the orders എന്നത് ആദ്യം വന്നു. ശേഷം issued എന്നത് ഒരു V2 വെർബാണ്. V2 വെർബ് പാസീവിലേക്ക് മാറുമ്പോൾ was or were V3 ആയി മാറണം. ഇനി ഓർഡേഴ്സിന് ശേഷം ആയതുകൊണ്ട് വേറെ വരുന്നു, he by him ആയി മാറുന്നു. അത്രയേ ഉള്ളൂ, ആൻസർ കിട്ടി. the orders were issued by him. ഓക്കെ, അടുത്ത ചോദ്യം, he will certainly help the poor boy. he will certainly help the poor boy. ഇവിടെയും ഒന്നും തന്നിട്ടില്ല, പാസീവ് ഫോമിലേക്ക് മാറ്റാനാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അല്ലെ. പാസീവ് ഫോമിലേക്ക് മാറ്റുക എന്നതാണ് ഇവിടെയും നമ്മുടെ ടാസ്ക്. നമ്മൾ ചെയ്ത് നോക്കുകയാണ്. he will certainly help the poor boy. he എന്നത് സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ഈ will help, will certainly help, will help അതാണ് അതിന്റെ വെർബ്. അപ്പൊ വിൽ പ്ലസ് V1, വിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇനി ദ പുവർ ബോയ് ആണ് അതിന്റെ ഒബ്ജക്റ്റ് ആയി നിൽക്കുന്ന വാക്ക്. അപ്പോൾ ഒബ്ജക്റ്റ് ആയി നിൽക്കുന്ന വാക്കിൽ വേണം അടുത്ത് നമ്മുടെ പാസീവ് വോയിസ് ആരംഭിക്കാൻ. അങ്ങനെ നമ്മൾ ദ പുവർ ബോയ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ദ പുവർ ബോയ്, ദ പുവർ ബോയ്. ഓക്കെ, ഇനി അടുത്തത് ഈ വിൽ V1 എന്തായി മാറണം. അതായത് നമ്മൾ പാസീവ് വോയിസ് പഠിക്കുമ്പോൾ അവിടെ കാണുന്നതാണ് വിൽ ഓർ ഷാൽ പ്ലസ് V1. വിൽ ഓർ ഷാൽ പ്ലസ് V1 എന്നത് പാസീവിലേക്ക് മാറുമ്പോൾ ഇങ്ങനെ മാറും. ഒന്നെങ്കിൽ അത് വിൽ ബി V3 എന്നാകും, അല്ലെങ്കിലോ ഷാൽ ബി V3 എന്നാകും. വിൽ ബി V3 അല്ലെങ്കിൽ ഷാൽ ബി V3. നോക്കാം നമുക്ക്. ദ പുവർ ബോയ്, പുവർ ബോയ് അതിനുശേഷം വരുന്നത് വില്ലാണ് അല്ലെ. ദ പുവർ ബോയ് വിൽ ബി വേണം. തന്നിരിക്കുന്ന വെർബ് ഹെൽപ്പ് ആണ്, ഹെൽപ്പിന്റെ V3 ആണ് ഹെൽപ്ഡ്. ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് അല്ലെ. ഇനി അവിടെ certainly എന്നൊരു വാക്ക് അവിടെ ഉണ്ട്, അതുകൊണ്ട് ആ വാക്കോട് ശ്രദ്ധിച്ചോണം. ദ പുവർ ബോയ് വിൽ certainly be helped by him. ഓക്കെ, നോക്കാം നമുക്ക്. ദ പുവർ ബോയ് വിൽ certainly help, ഓപ്ഷൻ എ വരില്ല. ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം. ഓക്കെ, ദ പുവർ ബോയ് വിൽ ഹാവ് ഹെൽപ്ഡ് ബൈ ഹിം. ദ പുവർ ബോയ് വുഡ് ബി ഹെൽപ്ഡ് ബൈ ഹിം. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എ എന്തായാലും വരില്ല. ഓപ്ഷൻ ബി ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം ഒരു സാധ്യതയുണ്ട്. certainly എന്ന വാക്ക് അവിടെ കാണുന്നില്ല, എന്നാലും അവിടെ ഒരു സാധ്യതയുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. ദ പുവർ ബോയ് വിൽ ഹാവ് ഹെൽപ്ഡ് ബൈ ഹിം, ഓപ്ഷൻ സി എന്തായാലും വരില്ല. ദ പുവർ ബോയ് വുഡ് ബി, ഓപ്ഷൻ ഡിയും വരില്ല. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൂടുതൽ യോജിക്കുന്ന ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ certainly എന്ന വാക്ക് അതിനകത്ത് ഇല്ല എന്ന് കരുതി ഈ ചോദ്യം തെറ്റാണെന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യാതിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുന്നത് എപ്പോഴും എന്താ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആ ചോദ്യവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഉത്തരം ഏതാണ് അത് നമ്മൾ ആൻസർ ചെയ്യുന്നു. സോ ഓപ്ഷൻ ബി, ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം. ദ പുവർ ബോയ് വിൽ certainly be helped by him എന്നുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ മോർ കറക്റ്റ് എന്ന് പറഞ്ഞാണ്. ഓക്കെ, പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലോസ് ദ ഡോർ, ക്ലോസ് ദ ഡോർ ഇതെന്താണ്? വീണ്ടും ഇത് പാസീവ് ഫോമാണ് തന്നിരിക്കുന്നത്. ക്ലോസ് ദ ഡോർ എന്നത് ഒരു ഇംപെരറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. ഇംപെരറ്റീവ് സെന്റൻസ് എന്താണെന്ന് അറിയാലോ. അതായത് കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, സജഷൻ, ബ്ലെസ്സിംഗ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇംപെരറ്റീവ് സെന്റൻസ്. ഇംപെരറ്റീവ് സെന്റൻസിന്റെ തിരിച്ചറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇംപെരറ്റീവ് സെന്റൻസ് തുടങ്ങുന്നത് എപ്പോഴും എവിടെയാണ്? വെർബിലാണ്. ക്ലോസ് എന്ന വെർബിലാണ് ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഇംപെരറ്റീവ് സെന്റൻസ് ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഒരു ഇംപെരറ്റീവ് സെന്റൻസിന്റെ പാസീവ് ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇംപെരറ്റീവ് സെന്റൻസിന്റെ പാസീവ് ആണെങ്കിൽ നമ്മളൊരു സ്ട്രക്ചർ പഠിക്കുകയാണ്. ലെറ്റ് പ്ലസ് തന്നിരിക്കുന്ന സെന്റൻസിനകത്തെ ഒബ്ജക്റ്റ് ആയി നിൽക്കുന്ന വാക്ക്. അപ്പൊ ലെറ്റ് കൊടുക്കുക, അതിനുശേഷം ഒബ്ജക്റ്റ് കൊടുക്കുക, അതിനുശേഷം ബി എന്ന വാക്ക് കൊടുക്കുക, ശേഷം തന്നിരിക്കുന്ന വെർബിന്റെ V3 ഫോം കൊടുക്കുക. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ അങ്ങ് പഠിച്ചു വെക്കുക. എന്ത്? ലെറ്റ് ഒബ്ജക്റ്റ് ബി എ V3, ലെറ്റ് ഒബ്ജക്റ്റ് ബി എ V3. നോക്കാം നമുക്ക്. ക്ലോസ് ദ ഡോർ, അപ്പൊ ലെറ്റ് എന്ന വാക്ക് ഇട്ട് കൊടുത്തു, അതിനുശേഷം ഒബ്ജക്റ്റ് വേണം. ക്ലോസ് ദ ഡോർ എന്ന സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ദ ഡോർ ആണ് അല്ലെ. ദ ഡോർ എന്ന വാക്കാണ് അതിലെ ഒബ്ജക്റ്റ്. അപ്പൊ ലെറ്റ് ദ ഡോർ. അടുത്തത് എന്ത് വേണം? ബി വേണം, ബി ഇട്ടു, ബി. ഇനി V3 വേണം. തന്നിരിക്കുന്ന സെന്റൻസിന്റെ വെർബ് വി അല്ലെ. ക്ലോസ് എന്നതാണ് വെർബ്, അപ്പൊ ക്ലോസ് എന്ന വെർബിന്റെ V3 ഫോം ആണ് ക്ലോസ്ഡ്. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. അതാണ് ഓപ്ഷൻ നോക്കാം നമുക്ക്. ദ ഡോർ വാസ് ക്ലോസ്ഡ് വരിയേല, ലെറ്റ് ദ ഡോർ ക്ലോസ്ഡ് വരിയേല, ദ ഡോർ ഇസ് ക്ലോസ്ഡ് വരിയേല, ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. ടെൻസിൽ നിന്നും അതേപോലെ ആക്റ്റീവ് വോയിസ്
പാസീവ് വോയിസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ വിശദമായിട്ടൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമാണ് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അതേപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.